സ്ലീപ്പ് ഓഫ് പ്രിസണേഴ്സ്, ദ ബോയ് വിത്ത് എ കാർഡ്. ഈ വർക്കൊക്കെ ആരെഴുതിയതാണ് എന്നറിയാമോ? ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ ഫ്രൈ ആണ് ദ ബോയ് വിത്ത് എ കാർഡ്, എ ലേഡീസ് നോട്ട് ഫോർ ബേണിംഗ്, വീനസ് ഒബ്സർവ്ഡ്, എ സ്ലീപ്പ് ഓഫ് പ്രിസണേഴ്സ്, എ ഫിനിക്സ് ടു ഫ്രീക്വൻറ്റ് ഈ വർക്കുകളൊക്കെയും എഴുതിയത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റും പ്ലേ റൈറ്റുമാണ്. 1907 അദ്ദേഹം ജനിച്ചത്. കണ്ടംപററി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രമാറ്റിസ്റ്റാണ് ക്രിസ്റ്റഫർ ഫ്രൈ. 1907 അദ്ദേഹം ജനിച്ചത്. 2005 അദ്ദേഹം മരിച്ചു. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റും പ്ലേ റൈറ്റുമാണ്. കണ്ടംപററി ലിറ്ററേച്ചറിൽ തന്നെ മറ്റൊരു ഡ്രമാറ്റിസ്റ്റിനെ പരിചയപ്പെടാം. അദ്ദേഹം ഒരു ജർമ്മൻ പ്ലേ റൈറ്റാണ്, ബർട്ടോൾഡ് ബ്രെച്ച്. ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്ലേ ആണ് മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ. ഇത് അധികം കോളേജുകളിലും യൂണിവേഴ്സിറ്റി തലത്തിൽ ഡിഗ്രി തലത്തിൽ പഠിക്കാനുള്ളൊരു വർക്കാണ് മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ. ഇത് ഹിറ്റ്ലറിൻ്റെ റൈസിനെതിരെ എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അദ്ദേഹം നാസി മൂവ്മെൻറ്റിന് എതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളാണ് ഡ്രംസ് ഇൻ ദ നൈറ്റ്, ജംഗിൾ ഓഫ് ദ സിറ്റീസ്, മാൻ ഈക്വൽസ് മാൻ, എ റെസ്പെക്റ്റബിൾ വെഡ്ഡിങ്. സെറ്റ് ഇംഗ്ലീഷിന് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ റൈറ്റേഴ്സിനെയും കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, റിവിഷൻ എല്ലാ കാര്യങ്ങളും ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റിലാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ 3 മാസത്തെ സമയമുണ്ട്. ഓഗസ്റ്റ് 24 പരീക്ഷയുടെ ഡേറ്റ് വരുന്നത്. കൃത്യമായി പഠിച്ച് സെറ്റ് ഇംഗ്ലീഷ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ആൾക്കാർക്കും ലേണേഴ്സ് ഫ്രണ്ട്ലിയിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.